എടി ഞാനത് ആ സന്തോഷം കൊടുക്കാനായിട്ട് ഒരു 2 ലക്ഷം രൂപ എങ്ങനെയാണ്ട് ഒപ്പിച്ചു വെച്ചേണതാ. അതിൽ നിന്ന് 10ന്റെ പൈസ എടുക്കാൻ പറ്റില്ല. നാളെ ലോണിന്റെ ഡേറ്റ് ഒന്നും അറിയാലോ. അതിനെന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഉസാപ്പും മറ്റൂത്തും ചപ്പും ചവറും വായ്ക്കോളം പണിയെടുത്ത് നാട് പിടിക്കും. നീ ഫോൺ വെച്ചേ, വേറെ ആണെന്ന് എനിക്ക് കിട്ടുമോ നോക്കട്ടെ. പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ സമ്പാദ്യമില്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. The number you have dialed is currently busy. Please try later. നിന്റെ കട 2 ദിവസമായല്ലോ. നീ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നൂടാ. കുറച്ച് വെള്ളം. നീ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് നിന്നെ കാണാണ്ട് ഞാൻ പേടിച്ചിരിക്കാറുന്നു. സന്തോഷേ, എന്റെ ക്യാഷൊക്കെ പോയിടാ. എന്തുകൊണ്ടൊക്കെ പറയണേ? ക്യാഷൊക്കെ പോയെന്നോ? ഇന്ന് രാവിലെ അബദ്ധം പറ്റിയടാ. ഏത് നേരത്താണാവോ? നിങ്ങൾ ദരിദ്രനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. പക്ഷെ നിങ്ങൾ ദരിദ്രനായി മരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. വീട്ടിലിരുന്ന് AI സഹായത്തോടെ പണം ഉണ്ടാക്കാം. ലോഗിൻ വെരിഫൈഡ്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വെൽക്കം ടു പൈത്തൺ ട്രേഡിംഗ് ഇൻവെൻഷൻ. ഇത് ലോഗിൻ ചെയ്തതിലൂടെ താങ്കൾ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായും സാറിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. താങ്ക് യു സാറേ. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയത് വർക്ക് ചെയ്യുന്നത്? സാർ, ഇത് AI സഹായത്തോടെ ട്രേഡിംഗ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് ആദ്യം സാറോട് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ തുക AI സഹായത്തോടെ ട്രേഡിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഈ വിധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷപ്രഭുക്കളായി മാറിക്കഴിഞ്ഞു. അയക്കണോ? അയച്ചു നോക്കാം. എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും ഇല്ലാണ്ടുണ്ടാവില്ല. ഹലോ സർ, സാറിൻ്റെ ആദ്യ ഡെപ്പോസിറ്റ് 10,000 രൂപ ലഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരിക. അതിനുശേഷം ഒരു OTP വരും. ആ OTP സെൻഡ് ചെയ്യുക. ദൈവമേ, എന്റെ ക്യാഷ്. എനിക്കും ഇതുപോലെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. നാണക്കേടാനും പിന്നെ ഞാനത് പറയാൻ നിന്നില്ല. നിങ്ങളൊക്കെ ഏത് ലോകത്തായി ജീവിക്കണേ? 24 മണിക്കൂറും ഫോൺ വിളിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കേൾക്കണേ? അതൊന്നും വില അടക്കാണ്ട് എളുപ്പത്തിൽ കാശുണ്ടെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് ജെന്യൂനാന്ന് തോന്നിയോണ്ടാ. ആരെങ്കിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി കള്ളന്മാരെ പോലെ സംസാരിക്കുക. നീയെങ്കിലും വന്നത് തുറന്നു പറയായിരുന്നെങ്കിൽ ഇന്ന് ഇവനെ അബദ്ധം പറ്റുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കണേ. എടാ, ഇവൻ പറഞ്ഞ ശരിയാ. നീ ഇപ്പൊ തന്നെ നേരങ്ങളേതാ 1-3 വിളിച്ചിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. ദിവസവും പലർക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. 1000-ൽ ഒരാൾ അതിന് തുറന്നു പറയുന്നുള്ളൂ. നീ പേടിക്കണ്ട. കൃത്യസമയത്ത് പരാതി കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്.